ഹല്ലേലൂയ. സ്നേഹത്തോടെ ഈ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയം, ഒരു മനുഷ്യൻ ജീവിതത്തിൽ പറയണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ചെറിയ ചെറിയ കാര്യമാണ്. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, അല്ലെ ദൈവത്തെ അറിഞ്ഞ ഒരാൾ ജീവിതത്തിൽ പറയരുതാത്ത വാക്യങ്ങൾ, അതൊരിക്കലും ജീവിതത്തിൽ പറയാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും പിശാചിന് കടന്നു വരാൻ കഴിയില്ല. ഇതിനാധാരമായി എടുക്കുന്ന ദൈവവചനമാണ് സങ്കീർത്തനം 34 അധ്യായം 12, 13 വാക്യങ്ങൾ. ശ്രദ്ധയോടെ കേൾക്കുകയാണ്. നല്ലൊരു ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ, രണ്ടാമത്തെ കാര്യം നല്ലൊരു ആയുസ്, സന്തുഷ്ടമായ ഒരു ആയുസ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ആ ബൈബിൾ പഠിപ്പിക്കുന്നത്. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ദീർഘായുസ് ഉണ്ടാകാൻ, നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ദൈവവചനം പറയുകയാണ് രണ്ട് കാര്യങ്ങൾ. തിന്മയിൽ നിന്ന് നാവിനെ സൂക്ഷിക്കുക, രണ്ട് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാതിരിക്കുക. വ്യാജ ഭാഷണങ്ങൾ വീടുകളിലോ പുറത്തോ അയൽവാസികളോടോ സുഹൃത്തുക്കളോടോ പറയരുത്. അങ്ങനെ പറയരുതാത്ത 5 വാക്യങ്ങൾ. ഒന്നാമത്തെ വാക്യമാണ് വേഗത്തിൽ എടുക്കുന്നത്. ഒന്നാമത്തെ വാക്യം ഇതാണ്: അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. അഹങ്കാരത്തിൽ നിന്ന് പറയുന്ന വാക്കുകൾ. എന്താണ് അഹങ്കാരത്തിൽ നിന്ന് പറയുന്നത്? ശ്രദ്ധിച്ചോ, ഈ വാക്കുകൾ നമ്മൾ പറയാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പിശാചിനും ഒരിക്കലും കടന്നു വരാൻ ഒക്കത്തില്ല, കഴിയില്ല. അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. അതാണ് ഒന്നാമത്തേത്. എന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല, പറയരുത്. എന്നെ തൊടാൻ. പിന്നെ പറയരുത്, നിന്റെ ഒന്നും ഔദാര്യം കൊണ്ടല്ലടാ ഞാൻ ജീവിക്കുന്ന ഇവിടെ, നിന്റെ ശമ്പളം കൊണ്ടൊന്നുമല്ല ഞാൻ ഇവിടെ മുന്നോട്ട് പോകുന്നത്, എനിക്ക് ഇത്രയും സ്ഥലം കിട്ടിയോണ്ടൊന്നും അല്ല, നിന്റെ ഒന്നും ഔദാര്യം കൊണ്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. ഇത് പറയരുത്. വീണ്ടും ഞാൻ ഒരു കാര്യത്തിന്റെ താഴെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. അതിലാണ് എന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല. അടുത്തതാണ് ഞാനാ തീരുമാനിക്കുന്നത്. ഇവിടെ ഞാൻ തീരുമാനിക്കും. ഞാൻ തീരുമാനിക്കുന്നതിന്റെ അപ്പുറത്ത് ഇവിടെ ആരും നിൽക്കാനോ പറയാനോ പാടില്ല. ഇത് അഹങ്കാരത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. അടുത്തത്, എന്റെ ആരോഗ്യം ഇപ്പൊ ഇവിടെ ആർക്കാ ഉള്ളേ? എന്റെ അത്രയും പഠിപ്പുള്ള ആരാ ഇപ്പൊ എന്റെ കുടുംബത്തിലുള്ളേ? എന്റെ അത്രയും സൗന്ദര്യമുള്ളവർ ആരാ ഇപ്പൊ ഇവിടെ ഉള്ളേ? ഇങ്ങനത്തെ കാര്യങ്ങൾ പറയരുത്. അടുത്തതാണ്, എനിക്കുള്ള വീട് അത് ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ വാഹനം അത് ഞാൻ ഉണ്ടാക്കിയതാ. ഇതിന്റെ എല്ലാം ഒരു സംഗ്രഹമാണ്. അഹങ്കാരത്തിൽ നിന്ന് ഒന്നും പറയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഏത്? അഹങ്കാരത്തിൽ നിന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ എൻ്റെ നാവിലൂടെയാ പറയുന്നത്. ദൈവവചനം പഠിപ്പിക്കുകയാണ്, ദീർഘായുസ് വേണോ, നല്ല ജീവിതം വേണ്ട, ഒരു ദൈവാനുഗ്രഹം വേണോ, വ്യാജ ഭാഷണത്തിൽ നിന്ന് നാക്കിനെ നിയന്ത്രിക്കണം. എന്നിട്ട് പറയാണ്, അഹങ്കാരത്തിൽ നിന്നൊന്നും പറയരുത്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാ, എന്റെ വീടാ, ഒന്നും അങ്ങനെ പറയരുത്. പിന്നെ എന്തു പറയണം? ഇതിന് പകരമായിട്ട് വേറെന്തോ പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരാൻ ഇങ്ങനെ പറയണം, എളിമയിൽ നിന്ന് പറയണം, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കാര്യം ഇന്ന് തൊട്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക. ഇന്ന് തൊട്ടാ, നാളെ തൊട്ടല്ല, ഇന്ന് തൊട്ട് നമ്മൾ ചിന്തിക്കുവാണ്, അഹങ്കാരത്തിൽ നിന്ന് ഞാൻ പറയത്തില്ല, എന്റെ അത്രയും ആരാ ഉള്ളേ, ആരുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് തൊട്ട് നമ്മൾ പറയുകയാണ് എല്ലാവരോടും. നമ്മുടെ വീട്ടിലും നമ്മൾ പറയണം, നമ്മുടെ വീട്ടിലുള്ളവരോടും, നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ നമ്മൾ പറയണം, എടാ എല്ലാം ദൈവാനുഗ്രഹമാണ്. പപ്പ മേടിച്ച കാറില്ലേ, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പപ്പ പണിത് ഈ വീടില്ലേ, പപ്പായും മമ്മിയും കൂടെ പണിത് ഈ വീടില്ലേ, ദൈവാനുഗ്രഹമാണ്. നമ്മൾ മേടിച്ച 10 സെന്റ് സ്ഥലമില്ലേ, അത് ഞാൻ ഉണ്ടാക്കിയാന്ന് പറയുമ്പോൾ അഹങ്കാരമായി, ദൈവത്തിന്റെ ദാനമാ. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരിക്കലും പറയരുത്. അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. പിന്നെ എങ്ങനെ പറയണം? എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എന്റെ പ്രസംഗിക്കാനുള്ള കഴിവ് ദൈവത്തിന്റെ ദാനമാണ്, എനിക്ക് പാടാനുള്ള കഴിവ് ദൈവത്തിന്റെ ദാനമാണ്,
ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നത് ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുമ്പോൾ, ഞാനത് പറയുമ്പോൾ തന്നെ എന്റെ ഉള്ളിലേക്ക് വരുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ ഉള്ളിൽ തന്നെ ഈ വാക്കൊന്ന് പറഞ്ഞു നോക്കിക്കേ, എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ വരുന്നത് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും. എല്ലാം എന്റെ ഔദാര്യം കൊണ്ടാന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജിയാ വരുന്നത്. എന്റെ ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഒരു ദൈവകൃപയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്ക് ഒരിക്കലും പറയരുതാത്ത ഒന്നാമത്തെ സെന്റൻസ് ആണ് അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. രണ്ടാമത്തെ സെന്റൻസ് ആണ് പറയരുതാത്ത വെറുപ്പിന്റെ വാക്കുകൾ പറയരുത്. വെറുപ്പിന്റെ എന്താണ് വെറുപ്പിന്റെ വാക്കുകൾ? അതിന് താഴെ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വെറുപ്പിന്റെ വാക്കുകൾ ഇതാണ്: ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവരനുഭവിക്കണം. ഇതേത് വാക്കാണ്? ഇത് ഒരാളുടെ ഉള്ളിൽ വെറുപ്പ് കിടക്കുമ്പോൾ അറിയാതെ പുറത്തു വരുന്ന വാക്കാ. ഞാൻ ഇത്രയല്ലേ അനുഭവിച്ചിട്ടുള്ളൂ, അതിനിരട്ടി അനുഭവം അനുഭവിച്ചിട്ടേ അവർ പോകത്തുള്ളൂ. പറയരുത്. രണ്ടാമത്തേത്, ഞാൻ മരിച്ചു പെട്ടി കിടക്കുന്ന വരെ ക്ഷമിക്കുകയല്ല. ഞാൻ ക്ഷമിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഇത് വെറുപ്പിൽ നിന്ന് പറയുന്ന വാക്കാണ്. വീണ്ടും പറയുന്നതാണ്: ക്ഷമിക്കാൻ മാത്രം എന്നോട് പറയരുത്, എന്നോട് ഉപദേശിക്കരുത്. ഇത് വെറുപ്പിൽ നിന്ന് വരുന്ന വാക്കാണ്. അടുത്തൊരു വാക്കാണ്. ഒരാൾ ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, ഞാൻ എല്ലാം മറന്നു തുടങ്ങിക്കൊണ്ടിരിക്കുവാണ്, വീണ്ടും എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. എല്ലാം ഞാനൊന്നും മറക്കാൻ പഠിച്ചോണ്ടിരിക്കുക, ഇനി എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കരുത്. ഇതേത് വാക്കാ? ഇതൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വെറുപ്പിൽ നിന്ന് വരുന്ന വാക്കാണ്. ഇങ്ങനെയൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചീറ്റപ്പുലി പോലെ ചാടി അകത്തേക്ക് കയറുന്ന ഒരു സാധനമാണ് പിശാച്. നമ്മുടെ ഉള്ളിൽ കയറും. വെറുപ്പിന്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ വാഗൊണ്ട് പറഞ്ഞ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴേ കയറുന്നത് ഈ വെറുപ്പിന്റെ വാക്കിലൂടെ കയറുന്ന ദൈവശക്തിയല്ല, തിന്മയുടെ ശക്തി കയറി നമ്മുടെ ജീവിതത്തെ കുഴപ്പിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച്. ഒന്നാമത്തേത് അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇന്ന് തൊട്ട് പറയാൻ പഠിക്കുക. നമുക്ക് തന്നെ ഒരു ഫോർമേഷൻ കൊടുക്കുവാണ്, ദൈവവചന പ്രകാരമുള്ള ഫോർമേഷൻ. എല്ലാം ദൈവം തന്നതേ ഉള്ളൂ, എനിക്ക് എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഒന്ന്. രണ്ട്, വെറുപ്പിൽ നിന്ന് പറയരുത്. എങ്ങനെ? ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ പറയാം, എന്നോട് ചിലപ്പോൾ ദ്രോഹം ചെയ്ത ആൾക്കാരുണ്ടാകും, എന്റെ നല്ല പേര് നശിപ്പിച്ചവരുണ്ടാകും, എന്റെ അതിര് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടാകും, എന്റെ ബിസിനസ്സിനെ കൊണ്ട് ഒരു കടക്കണിയിൽ താഴ്ത്തിയ ആൾക്കാരുണ്ടാകും. ഇങ്ങനെ പലതരത്തിൽ എന്നെ മുറിവേൽപ്പിച്ചവരുണ്ടാകും. പക്ഷെ ഞാൻ പകരത്തിന് പ്രാർത്ഥിക്കുക, എനിക്കൊരു ബ്ലെസ്സിങ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവമേ, എന്നെ പലരും ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൃപ കൂടുതൽ നമ്മൾ ഏറ്റെടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മനസ്സിൽ പോലും വെക്കരുത്, എന്നെ ഞാൻ അനുഭവിച്ച അത്രയല്ലേ, അതിനിരട്ടി ഇവർ അനുഭവിക്കണം. ആ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ളവർക്ക് ഒരു രോഗം വരുമ്പോൾ പറയും, എന്നെ അനുഭവിച്ചതിന്റെ തക്ക കൂലി അവർക്ക് കിട്ടിയിട്ടുണ്ട്, ആ രോഗം സുഖപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. പക്ഷെ ആളെ കാണുമ്പോൾ നമ്മൾ നല്ല ചിരി സംസാരവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കും, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ ഷട്ടറിട്ട് അടച്ച പോലെ അവിടെ നിൽക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ പകരം നമ്മൾ പ്രാർത്ഥിക്കുവാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ദ്രോഹം ചെയ്തവരെയും ഞാൻ മനസ്സിൽ കണ്ട് എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു വലിയ ഡിവൈൻ ബ്ലെസ്സിംഗ്, ദൈവീക കൃപ നമുക്ക് കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് സെന്റൻസ് നമ്മൾ കേട്ടു. അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. പിന്നെന്ത് പറയരുത്? വെറുപ്പിന്റെ വാക്കുകൾ. അടുത്തതാണ് മൂന്നാമത്തെ പറയരുതാത്തത്, നിരാശയിൽ നിന്ന് പറയരുത്. നിരാശയിൽ നിന്ന് പറയരുതെന്ന് പറഞ്ഞാൽ, ഞാൻ മരിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എനിക്കിങ്ങനെ ഒരു ജീവിതമല്ലേ തന്നേ, എനിക്ക് ജീവിതം വേണ്ട, ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക, എന്റെ തലവര മോശമാ, എന്നെ കൊണ്ട് ഒന്നിനും ഒരു കഴിവില്ല. പറയരുത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഒരു വാക്ക് മാത്രമേ ഉള്ളെങ്കിലും നമ്മുടെ ഉള്ളു തളർന്നു പോവുക ചെയ്യുന്നത്. ഞാൻ തന്നെ എന്നോട് പറയും, എനിക്കൊരു കഴിവില്ല, എനിക്കൊരു ബുദ്ധിയില്ല, എന്നെ എവിടെ ആർക്കും വേണ്ട, എന്നെ ആരും ഒന്നിനും വിളിക്കുന്നില്ല,
ഞാൻ എന്നോട് തന്നെ പറയുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ള ബലം കൂടി തളർന്നു പോവുക. പിന്നെ എന്നാ പറയേണ്ടത്? എന്നെ ദൈവം ഇതിനേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ദൈവം ഇനിയും ഉയർത്തും, എന്നെ ദൈവം ശക്തിപ്പെടുത്തും, എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ഇപ്പോൾ ദുഃഖമാണേലും ദൈവം അത് മാറ്റിത്തരും. അത് നിരാശയുടെ വാക്കല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലും പറയരുതാത്തൊരു വാക്കാണ് നിരാശയുടെ വാക്ക്. ഞാൻ തളർന്നു, എനിക്കൊരു ജീവിതം വേണ്ട, ഇങ്ങനത്തെ ഒരു ഭാര്യയല്ല എനിക്ക് കിട്ടിയത്, ഇങ്ങനത്തെ ഒരു ഭർത്താവല്ല എൻ്റേത്, എൻ്റെ മക്കൾ എന്താ ഇങ്ങനെ, ഞാൻ ഇതെല്ലാം ഇട്ടുപേക്ഷിച്ച് അങ്ങ് പോകാൻ പോവുക, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഇനി ദൈവത്തെ വിളിക്കുന്നില്ല, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കഷ്ടകാലം മാറുന്നില്ലല്ലോ. ഇങ്ങനെ പറയരുത്. എങ്ങനെ പറയണം? എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിക്കേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു വലിയൊരു ശക്തി കിട്ടുന്നത് തോന്നുന്നു. എന്റെ ദൈവം എന്നെ ഉയർത്തും, ഇതിനേക്കാൾ എന്നെ വളർത്തും, എന്റെ ദൈവം ഒരിക്കലും ഞാൻ തളരാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പറയുമ്പോൾ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യ ശക്തിയാണ് വ്യാപരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് തൊട്ട് പറയരുത്. കുഞ്ഞുങ്ങളോട് അങ്ങനെ, കുഞ്ഞുങ്ങളും അടക്കം യുവാക്കൾ, യുവതികൾ, പ്രായമായവർ ആരും പറയരുത് എന്നെ ഒന്നിനും കൊള്ളില്ല, നിരാശയുടെ വാക്കുകൾ പറയരുത്. ഒരു കരം ഉയർത്തിച്ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യങ്ങൾ കണ്ടു. 4-ാമത്തെ വാക്ക്, 4-ാമത്തെ പറയരുതാത്ത സെന്റൻസ് ആണ് ശാപവാക്കുകൾ പറയരുത്. ശാപവാക്കുകൾ. ചിലപ്പോ ആരോട്? നീ മുടിയത്തേ ഉള്ളൂ, നീ നശിക്കും. ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഉടനെ ചാടി നമ്മളെ കൊണ്ട് പിശാച് പറയിക്കുന്നത് നീ രക്ഷപ്പെടുന്നല്ല, നമ്മളെ കൊണ്ട് അന്നേരെ പറയും നീ മുടിയുള്ളൂ, നീ നശിക്കുള്ളൂ, നീ രക്ഷപ്പെടുന്ന കാണണം, നീ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ തെണ്ടി നടക്കുന്നത് ഞാൻ കണ്ടില്ലെങ്കിൽ നീ കുറിച്ചു വെച്ചു. അത് വീട്ടിലും പറയരുത്, പുറത്തും പറയരുത്, ആരോടും പറയരുത്, എന്നോട് തന്നെയും പറയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ശാപവാക്കുകളാണ്. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ദൈവമല്ല, ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാചാണ്. ഒരിക്കലും ശാപവാക്കുകൾ പറയരുത്. ആരെക്കുറിച്ചും, ആരുമാകട്ടെ, ശത്രുവാകട്ടെ, മിത്രമാകട്ടെ, നമുക്കെതിരെ ഇന്നുവരെ നമുക്കെതിരെ നിന്നയാളാകട്ടെ, ശപിക്കരുത്. ശാപവാക്കുകൾ എന്റെ നാവിലൂടെ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. ചില കുഞ്ഞുങ്ങളോട് പോലും, മാതാപിതാക്കൾ പോലും ഇച്ചിരി വിഷമം വന്ന് അവരൊരു കാര്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് അമ്മ പറയുന്നത് എന്നായിരിക്കും? നീ മുടിയോടാണ്. നമ്മൾ അറിയാതെ പറയുന്ന, മുടിയാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, സ്നേഹം കൊണ്ട് പറയുന്ന. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വന്നൊരു വാക്കുണ്ടല്ലോ, അത് പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. അതേ വച്ച പിന്നെ നമ്മുടെ കുടുംബത്തിലെ കളിപ്പന്ത് പിള്ളേര് തട്ടുന്ന പോലെ നമ്മുടെ ജീവിതത്തെ പിശാച് നാളെ തട്ടിക്കളിക്കാൻ കാരണമാകത്തക്ക വിധം നമ്മുടെ കുടുംബത്തിൽ അവൻ കയറി ഇരിക്കാൻ കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിലൂടെ പുറത്തു വന്ന ചില വാക്കുകൾ പിശാചിന് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ നല്ല ഒരു ഓപ്പണിംഗ് ആയി പോയിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ നമ്മൾ ചെയ്യുന്നത്, പിശാചിന് എന്റെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ വാതിലുകളും ഞാൻ ദൈവവചനത്തിലൂടെ കൊട്ടി അടയ്ക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ആരോടും പറയത്തില്ല. അങ്ങനെ തീരുമാനിച്ചോ. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ശക്തമായി ഏറ്റെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത 5-ാമത്തെ ഒരു വാക്കാണ് ഒരിക്കലും പറയരുതാത്ത 5 കാര്യങ്ങളാണ്. ഞാൻ 6 പറഞ്ഞത്, ക്ഷമിക്കണം, 5 കാര്യങ്ങളാണ്. 5-ാമത്തെ ലാസ്റ്റ് കാര്യമാണ്. ഇങ്ങനെയാണത്: കുറ്റബോധത്തിൽ നിന്ന് പറയരുത്. കുറ്റബോധത്തിൽ നിന്ന് പറയരുത്. എന്താ കുറ്റബോധത്തിൽ നിന്ന് പറയരുതെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ഉണ്ടായത് എൻ്റെ മാതാപിതാക്കൾ ചെയ്തു കൂട്ടിയ പാപം കൊണ്ടാണ്. പറയരുത്. ഇതെല്ലാം ഉണ്ടായത് എൻ്റെ എന്തോ ഒരു ശാപം കിട്ടിയോണ്ടാ ഇതെല്ലാം എനിക്കുണ്ടായേ. ഞാൻ എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല, എന്തോ ഒരു ശാപം എൻ്റെ കുടുംബത്തിൽ കിടക്കുന്നോണ്ടാ. ദൈവം എന്നെ ശിക്ഷിക്കും, ദൈവം എന്നെ നശിപ്പിക്കും, ദൈവം എന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കുറ്റബോധത്തിൽ നിന്ന് പറയരുത്. ദൈവം ശിക്ഷിക്കും, ദൈവം എന്നെ തകർക്കും, ഇതെല്ലാം ദൈവം തന്നതാ, ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് ദൈവം വരുത്തി വച്ചതാ. പറയരുത്. ദൈവം അങ്ങനെ ശിക്ഷ തരുന്ന ദൈവം അല്ല. പിന്നെയോ എങ്ങനെയേലും എന്നെ രക്ഷിക്കാൻ നോക്കുന്ന, പരിശ്രമിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കാണിച്ചു തരുന്നത് നമ്മളെ ശിക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ആരൊക്കെയോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുവാണ്, ദൈവം ശിക്ഷിക്കും, ഇതെല്ലാം ഉണ്ടായത് ശിക്ഷയാണ്, ശാപമാണ്.
അല്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മളെ നോക്കിയിരിക്കുക. എങ്ങനെ ഈ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാം, എങ്ങനെ ഈ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കാം, എങ്ങനെ ഈ രോഗത്തിൽ നിന്ന് ഈ വ്യക്തിക്ക് ഒരു സൗഖ്യം കൊടുക്കാം. ദൈവം നോക്കിയിരിക്കുന്നത് എന്നെ എങ്ങനെ രക്ഷിക്കാം എന്നാണ്. അതുകൊണ്ടാണല്ലോ ഒത്തിരി പേര് ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചില കുടുംബങ്ങളെയൊക്കെ ദൈവം കൈക്ക് പിടിച്ച് ഉയർത്തുന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേ? ചില ആളുകൾ ഒരു ധ്യാനത്തിന് പോയി പങ്കെടുത്തു, എവിടെയോ പോയി പ്രാർത്ഥിച്ചു, തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ വലിയ മാറ്റം, സന്തോഷം, സമാധാനം, വിശ്വാസം, സാമ്പത്തിക ഭദ്രത, ഒന്നിനൊന്നിന് ഉയർച്ച. നിങ്ങൾ കണ്ടിട്ടില്ലേ? ദൈവം ചില ആളുകളെ കൈപിടിച്ചുയർത്തുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, നമ്മൾ പറയരുതാത്ത 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. അങ്ങനെ ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ ഇപ്പം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം, ഈ ശുശ്രൂഷ വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഇന്ന് തൊട്ട് ഇവിടെ പൈസയുള്ളവരും പാവപ്പെട്ടവരും ഒക്കെ ഉണ്ട്, കഴിവുള്ളവരുണ്ട്, PG ഡോക്ടറേറ്റ് കഴിഞ്ഞവരുണ്ടോ, എന്തുവാട്ടെ, എല്ലാം എൻ്റെ കഴിവ് കൊണ്ടാ എന്ന് അഹങ്കാരത്തിൽ നിന്ന് പറയരുത്. നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ചില്ലയിലല്ല എഴുതി വെക്കേണ്ടത് എന്ത്? എല്ലാം ദൈവത്തിന്റെ ദാനം എന്ന് ബസിന്റെ മുകളിലും ഓട്ടോറിക്ഷയുടെ ജില്ലയിലും അല്ല എഴുതി വെക്കേണ്ടത് ദൈവത്തിന്റെ ദാനം എന്ന്. പിന്നെ എവിടെ എഴുതി വെക്കേണ്ടത്? നമ്മുടെ വാക്കിൽ എഴുതി വെക്കണം. എല്ലാവരോടും, അവിടെ നിനക്ക് നല്ലൊരു വീടുണ്ടല്ലോ, ആ ദൈവത്തിന്റെ ദാനമാ. അല്ല എൻ്റെ കൊച്ചു വിദേശത്ത് പോയോണ്ടാന്നല്ല പറയണ്ടേ, ദൈവത്തിന്റെ ദാനമാ. എടാ നല്ലൊരു കാറ് മേടിച്ചല്ലോ, എങ്ങനെയാ? ദൈവത്തിന്റെ ദാനമാ. അല്ല ഞാൻ സ്ഥലം വിറ്റിട്ട് മേടിച്ചു. നമ്മൾ ആദ്യം നമ്മുടെ സ്ഥലം വിറ്റിട്ട് മേടിച്ച, സ്ഥലം വിറ്റിട്ടാ മേടിച്ചാലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി പറയണം, ദൈവത്തിന്റെ ദാനമാണത്. എന്റെ കഴിവ്, നല്ല കഴിവുണ്ടല്ലോ കൊച്ചിന്, ദൈവത്തിന്റെ ദാനമാ, ദൈവം തന്ന. അതുകൊണ്ട് ഒരാൾ പറഞ്ഞത്, ദൈവത്തിന്റെ ദാനങ്ങളെ നമ്മൾ ഓർത്താൽ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കും? പറഞ്ഞേ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം അഹങ്കാരത്തിൽ എന്ന് പറയരുത്. രണ്ടാമത് വെറുപ്പിന്റെ വാക്ക് പറയരുത്. വെറുപ്പ് ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അവർ അനുഭവിക്കും, അവർ തകരും, അവർ നശിക്കും, അവർ വീട് വെക്കുന്നത് കാണണം, ജോലി കിട്ടത്തില്ല, അവരുടെ കല്യാണം നടക്കുന്നു എനിക്ക് കാണണം. പറയരുത്. അവരുടെ കല്യാണം നടക്കുവോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഇങ്ങനെ പറയുമ്പോൾ ദോഷം എനിക്കാണ് ദോഷം. അടുത്തത് നമ്മൾ പറഞ്ഞത് നിരാശയിൽ നിന്ന് പറയരുത്. എല്ലാം നിരാശ, എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്തിനാ ജീവിക്കുന്നത്, മരിക്കാൻ പോവാ, പറയരുത്. ശാപവാക്കുകൾ പറയരുത്, വെറുതെ പോലും പറയരുത്. മുടിയും നശിക്കും, രക്ഷപ്പെടിയല്ല, പറയരുത്. അവസാനത്തെ കാര്യം, കുറ്റബോധത്തിൽ നിന്ന് പറയരുത്. എല്ലാ ശിക്ഷയാ, ദൈവം ശിക്ഷിച്ചതാ, മാതാപിതാക്കളുടെ എന്തോ പാപം കൊണ്ട് വന്ന തകർച്ചയായത് പറയരുത്. നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ 5 കാര്യങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ പറയാതിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുരോഗതിക്ക് കാരണമാകുന്ന ഒരു ദൈവശക്തിയും നിങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങും. ഇതൊരു ആത്മീയതയാണ്. ഞാനൊരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി, ധ്യാനത്തിന് പോയപ്പോഴാണ്. വലിയ പ്രാർത്ഥനക്കാരാണ്, അപ്പനും അമ്മയും ഭയങ്കര പ്രാർത്ഥനക്കാരാണ്. പക്ഷെ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്, ഒരു മകൻ ഒരിക്കലും പള്ളിയിൽ കയറത്തില്ലാത്ത, ഒരിക്കലും വിശ്വാസമില്ലാത്ത ഒരാളാണ്. ഞാൻ വിചാരിച്ചു, ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ വീട്ടിലെ കൊച്ചിങ്ങനെ ആയത്? എനിക്ക് എന്തോ ഒരു വിഷമം, ഒരു പന്തികേട് തോന്നി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ആ വീട്ടിൽ ഒരു സംസാരം കാണുകയാണ്. ആ വീട്ടിലെ ചേച്ചി അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ കാരണം? എനിക്ക് അതിന് മാത്രം സഹനമുണ്ട്, ശുദ്ധീകരണ സ്ഥലത്ത് പോലും ഞാൻ കിടക്കത്തില്ല, നേരെ സ്വർഗത്തിലെ എന്നെ വിടുവുള്ളൂ, എന്റെ ഭർത്താവിനെ ഉണ്ടല്ലോ നരകത്തിലെ ദൈവം വിടുവുള്ളൂ. കുറ്റപ്പെടുന്നൊരു വാക്ക്. അപ്പോൾ ഞാൻ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവ് എന്നെ ഒരു കണ്ണടച്ച് കാണിച്ച് വെറുതെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലമായി ആത്മീയ മേഖലയിൽ? അവര് കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് വലിയ പ്രാർത്ഥനക്കാരനും വലിയ പ്രാർത്ഥനക്കാരിയാണ്, വലിയ ആൾക്കാരാണ്. പക്ഷേ ഈ സ്ത്രീ എപ്പോഴും പറയുന്നത് ഇതാ ഈ ഇങ്ങനത്തെ വാക്കുകളാ. നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ. അങ്ങനെയാ എന്നോട് ചോദിക്കുക, അങ്ങനെ ചെയ്തു, എപ്പോഴും ഒരു പോസിറ്റീവ് വാക്കും പറഞ്ഞില്ല. അപ്പോഴാണ് ഈ മകൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതുകൊണ്ട് തന്നെ അച്ഛാ ഞാൻ പള്ളിയിൽ പോകാത്ത, എന്നും പള്ളിയിൽ പോകുന്ന എൻ്റെ അമ്മ ഇങ്ങനത്തെ വർത്താനേ പറയുള്ളൂ, ഇങ്ങനത്തെ വർത്താനം ഈ വീട്ടിൽ പറയുള്ളൂ, എപ്പോഴും എൻ്റെ പപ്പായെ കുറ്റപ്പെടുത്തല് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ സ്ത്രീ പറഞ്ഞു, അല്ല മോനെ, അങ്ങനെ അല്ല അമ്മ ഉദ്ദേശിച്ചത്, മമ്മിയാ ഇതല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഈ മകൻ ഒരു വെളിപ്പെടുത്തലാ പറഞ്ഞേ, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരായിക്കൊള്ളട്ടെ, നമ്മുടെ നാക്കിൽ അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ 5 സെന്റൻസുകൾ ഒരിക്കലും പറയത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങൾ ഒറ്റയൊരെണ്ണം കാരണമായി നശിച്ച് പറയത്തില്ല.
ഏത് സഹനത്തിലും ദൈവാനുഗ്രഹമുള്ള ആൾ എന്തു പറയും? എല്ലാം ദൈവം മാറ്റും, ഇതൊക്കെ മാറി വരുന്നേ, ഇതൊക്കെ ദൈവം നന്മയ്ക്കാന്നേ. ഇതാരേ പറയുള്ളൂ? ഇത് ദൈവം ഉള്ളിലുള്ള ഒരാൾക്കേ പറയാൻ കഴിയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങൾ സന്തുഷ്ടമായ ഒരു ദീർഘായുസ്, നല്ല ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ 6 സെന്റൻസുകൾ പറയരുത്. അങ്ങനെ തീരുമാനം എടുത്തവര് പറഞ്ഞേ ഹല്ലേലൂയ. തീരുമാനം എടുക്കാത്തവര് പറഞ്ഞേ ഹല്ലേലൂയ. ഈശ്വര, എല്ലാത്തിനും ആൾക്കാരുണ്ട്, തീരുമാനം എടുത്തവരുണ്ട്. എന്തായാലും ശതമാനത്തിൽ താരതമ്യേന വളരെ കുറവുണ്ട്. എന്നാലും ശ്രദ്ധിച്ചു, അതറിയാതെ ശിശുതുല്യ ഹൃദയമുള്ളവരാ പറഞ്ഞത്, ആരും തീരുമാനം എടുത്ത് പറഞ്ഞവരല്ല. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇത്രയും കാര്യം ഇന്ന് തൊട്ട് ഇതാ ഇവിടുന്ന് ഇപ്പൊ കുർബാനയ്ക്ക് അന്നേരം തൊട്ട് ഇനി ഒരിക്കലും 5 സെന്റൻസ് പറയത്തില്ല. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഞാൻ അറിയാതെ പറയുന്ന വാക്ക് 5 എണ്ണം. ഈ വാക്കിന് ഇത്രയും കുഴപ്പമുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായേ. ഈ വാക്കുകൾ ഒരിക്കലും നമ്മൾ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകളല്ല. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാചാണ്. ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? നമ്മുടെ കുടുംബത്തിൽ കയറി നമ്മുടെ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ തമ്മിൽ ശത്രുത ഉണ്ടാക്കണമെങ്കിൽ പിശാചിന് ഉള്ളിൽ കയറണം. പിശാചിന് ഉള്ളിൽ കയറാൻ പിശാച് കണ്ടുപിടിച്ചൊരു വഴിയാണ് ഇത്രയും വാക്കുകൾ ഒരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുക. ഞാൻ ഇങ്ങനത്തെ വെറുപ്പിന്റെ, അഹങ്കാരത്തിന്റെ, നിരാശയുടെ, കുറ്റബോധത്തിന്റെ, ശാപത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ പിശാചിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ പറയുന്ന, ഇങ്ങനെ പറയുന്ന ഒരു വീട്ടിൽ ഒരാൾ മതി പിശാചിന് ആ വീട്ടിൽ ആധിപത്യം ഉറപ്പിക്കാൻ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഈ 5 വാക്കുകൾ പറയില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അടയാളം ഇങ്ങനത്തെ വാക്കുകൾ പറയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ 5 കാര്യങ്ങൾ പറയരുത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫെസൂസ്യർക്കെഴുതിയ ലേഖനത്തിൽ 4-27 വാക്യം, പിശാചിന് അവസരം കൊടുക്കരുത്. നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ അറിയാതെ പറഞ്ഞാൽ പിശാചിന് നമ്മൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. വാ, കേറിക്കോ, എന്റെ കുടുംബത്തെ ഭരിച്ചോ. നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളൊരു അഹങ്കാരത്തിന്റെ, ശാപത്തിന്റെ, കുറ്റബോധത്തിന്റെ, നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ പിശാചിന് ഞാൻ ബോധപൂർവം ഒരു അവസരം കൊടുക്കുക. എന്റെ കുടുംബത്തെ തമ്മിത്തള്ളിക്കാൻ ഒരു അവസരം, എന്റെ കുടുംബത്തെ വിശ്വാസത്തിൽ തകർക്കാൻ ഒരു അവസരം, എന്റെ കുടുംബത്തെ ദൈവത്തിൽ നകറ്റാൻ ഒരു അവസരം ഞാൻ പിശാചിന് കൊടുക്കുക. എന്നാൽ ഇന്ന് തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇനി ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ പറയാതെ പിശാചിന് കടന്നു വരാനുള്ള എല്ലാ വഴികളും ഞാൻ കൊട്ടി അടയ്ക്കുകയാണ് ദൈവവചനത്തിലൂടെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ ഒറ്റ കാര്യം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഈ ഒരൊറ്റ കാര്യം. ഇത് കേൾക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് വെറുതെ ഒരു വചനപ്രഘോഷണത്തിനായി പറഞ്ഞതല്ല. ഇത് ജീവിതത്തിൽ ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം രാജാവായി വാഴും. ഇത് ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ദൈവം മിറക്കിൾ, അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ ഇത് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ദൈവത്തിലേക്ക് അടുക്കും. ഇത് പറയാതിരുന്നാൽ ഒരുപാട് അഭിഷേകം നിങ്ങളുടെ കുടുംബത്തിൽ നിറയും. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനിച്ചേ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എത്രയോ പ്രാവശ്യം അറിയാതെയോ പറയുമായിരുന്നു, എല്ലാം ഞാൻ ഉണ്ടാക്കിയതാ, ഞാനില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് അഹങ്കാരത്തിന്റെ, നിരാശയുടെ, കുറ്റബോധത്തിന്റെ, ശാപത്തിന്റെ ഒരു വാക്കുകളും ഞാൻ പറയില്ല കർത്താവേ. അങ്ങനെ തീരുമാനമൊന്നെടുത്ത് പിശാചിന് കടന്നു വരാനുള്ള വഴികൾ നമ്മൾ അടയ്ക്കണം. അതിനൊരു വഴി, അവസരം കൊടുക്കരുത്. ശ്രദ്ധിച്ച്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിശാച് നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കും. അല്ലെങ്കിൽ പിശാച് നമ്മുടെ കുടുംബത്തിൽ കയറി നിരങ്ങും, കയറി ഭരിക്കും, നമ്മുടെ കുടുംബത്തെ തമ്മിത്തല്ലിക്കും. പിശാചിന് അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ ഈ വാക്കുകൾ പറയരുത്. അകത്തുള്ളവരോടും പറയരുത്, അയൽവാസികളോട് പറയരുത്, നാട്ടുകാരോട് പറയരുത്, കൂട്ടായ്മയിൽ പറയരുത്. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത വാക്കുകളാണിവ. ഇവ പറയാതിരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അഭിഷേകം നൽകുന്നതും ദൈവം ഉയർത്തുന്നതും കാണാം. ഇതാ 2 കരങ്ങളും ഉയർത്തി നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും. ഈ സമയത്ത് ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ചില കെട്ടുകളെ ദൈവം അഴിക്കും. ഈ സമയത്ത് ഒരു ആന്തരിക സൗഖ്യം വരെ, ഒരു ഇന്നർ ഹീലിംഗ് വരെ ദൈവം ഒരുക്കും. അങ്ങനെ നല്ലൊരു തീരുമാനത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിറയാൻ, അഭിഷേകം നിറയാൻ ഒരിക്കലും പറയരുതാത്ത, ഒരിക്കലും ഞാൻ പറയാൻ
പാടില്ലാത്ത 5 കാര്യങ്ങൾ പറയരുത്, പറയരുത്. ദൈവം ആഗ്രഹിക്കാത്ത വാക്കുകളാണിവ. ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹം നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ. എന്റെ ദൈവത്തിന്റെ ദാനമാണ് എല്ലാം, ഒന്നും എന്റെ കഴിവല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയരുത്. ആ മേഖലകളിലുള്ള സകല കെട്ടുകളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ചു പരിശുദ്ധാത്മാവ് മേഖലയിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 32:9. നീ കുതിരയെ പോലെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൺ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിന്റെ വറുതിയിൽ നിൽക്കില്ല. ശ്രദ്ധിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കണമെങ്കിൽ കടിഞ്ഞാണുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കണമെന്ന് സങ്കീർത്തനം 32:9 പറയുക. നീ കഴുതിയെയും കഴുതിയെയും കുതിരയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ചുമ്മാ അങ്ങ് തീരുമാനിച്ചാൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞു പോയാലും നമ്മളെ കൊണ്ട് പിശാച് പറയിപ്പിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കണം. കടിഞ്ഞാൺ കൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കുകയാണ്. ദൈവമേ, ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ പറയത്തില്ല. എന്തൊക്കെ വിഷമം വന്നാലും ഞാൻ പറയും, എല്ലാം ദൈവം മാറ്റും. എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ഈ കഷ്ടപ്പാട് മാറും, ഈ ദുരിതങ്ങൾ മാറും, എൻ്റെ മക്കളും മിടുക്കരാകും, എന്നെ ദൈവം അനുഗ്രഹിക്കും, എന്നെ ദൈവം ഉയർത്തും, എനിക്ക് ഇനിയും ദൈവം അനുഗ്രഹം തരും, എന്നെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇത് ദൈവം ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയേ, ദൈവം ആഗ്രഹിക്കാത്ത ഒരു വാക്കുകൾ പോലും, ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് വീഴാതിരിക്കാൻ എന്റെ നാവിനെ സങ്കീർത്തനം 32:9 കടിഞ്ഞാൺ കൊണ്ട് ബന്ധിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, എനിക്കുള്ളതെല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാണ്. എനിക്കുള്ളതെല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ.